ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാതെ വനനിയമ ഭേദഗതിയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് നിയമവും മനുഷ്യന് വേണ്ടിയാണ്. എല്ലാ മൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാനാകില്ല. കേന്ദ്ര നിയമം ഇതിനുള്ള തടസ്സമായി നിലനിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എസ് ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, വനനിയമ ഭേദഗതി ഉൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണമുണ്ടായി. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും ഏതായാലും വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ നിലപാട് എന്ത് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ വ്യക്തമാക്കിയത്. അതായത് 2013 ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. അത് UDF സർക്കാരിന്റെ കാലത്തായിരുന്നു ഈ ഭേദഗതി ചർച്ചകൾ തുടങ്ങിയത്. അതിന്റെ തുടർച്ച മാത്രമാണ് അതിനുശേഷം നടന്നിട്ടുള്ളത്. ഏതായാലും നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ സർക്കാർ മുന്നോട്ട് പോകൂ എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. വനമന്ത്രി തന്നെ ഇത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ പറഞ്ഞു. ചർച്ചകൾ നടത്തി അവരുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ മുന്നോട്ട് പോകൂ എന്നുള്ള കാര്യം. ഏതായാലും ഇതിലിപ്പോൾ സർക്കാർ കൃത്യമായ രീതിയിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ആശങ്കകൾ പരിഹരിക്കാതെ ഈ നിയമവുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ഒരു തരത്തിലും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ള കാര്യം തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷ്മതലത്തിലും സമഗ്രതലത്തിലും കൈക്കൊള്ളണം എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. വന്യജീവി ആക്രമണം ഇപ്പോഴും സംസ്ഥാനത്ത് തുടരുന്ന ഒരു പശ്ചാത്തലമാണ്. ഇന്നുപോലും ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ ഏതായാലും തടസ്സമായി നിൽക്കുന്നത് കേന്ദ്രത്തിന്റെ നിയമമാണ്. പ്രത്യേകിച്ചും കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് അതിനെ കൊല്ലാനുള്ള അധികാരം തരണമെന്നാവശ്യപ്പെട്ടിട്ട് പോലും അതിൽ കേന്ദ്രം ഇതുവരെയായി അനുകൂലമായിട്ടുള്ള നിലപാട് സംസ്ഥാനത്തെ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ കൃത്യമായിട്ടുള്ള നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ പറയുന്നതും അത് തന്നെയാണ്. അതായത് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ സർക്കാർ മുന്നോട്ട് പോകൂ, അല്ലാതെ ഒരു തരത്തിലും ഈ ഭേദഗതിയുമായി മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റൊരു വിഷയം മുഖ്യമന്ത്രി പറഞ്ഞത് UGCയുടെ കരട് ചട്ടമാണ്. അത് പ്രത്യേകിച്ചും രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു കരട് ചട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിന്റെയും സർവകലാശാലകളുടെയും അധികാരങ്ങൾ അട്ടിമറിക്കുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ്. സർവകലാശാലകളുടെ അധികാരങ്ങൾ ഹനിക്കുന്ന ഈ ഒരു കരട് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വൈസ് ചാൻസലറെ തീരുമാനിക്കുന്ന സെർച്ച് കമ്മിറ്റി പോലും അതിന്റെ രൂപീകരണം പോലും ചാൻസലറുടെ അധികാരമായി മാറുന്നൊരു സാഹചര്യമാണ് ഇതിലൂടെ നിലനിൽക്കുന്നത്. സംസ്ഥാനത്തിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ UGC കരട് നിയമം അത് പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് ഇതിനകം തന്നെ കത്തയച്ചിട്ടുണ്ട്. ആ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റു കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചത് ഒന്ന് PV അൻവറിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു. അതിൽ പാർട്ടിക്കകത്ത് നിന്നും ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള അഴിമതി ആരോപണം അതിൽ ഒരു തരത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ താനോ അല്ലെങ്കിൽ തന്റെ ഓഫീസോ ഒരു തരത്തിലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. പ്രത്യേകിച്ചും അൻവർ പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. അതിനുവേണ്ടി പക്ഷേ തന്നെയും തന്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടതില്ല എന്നുകൂടിയാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത്. മറ്റൊരു കാര്യം, ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേക സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെന്നോ അല്ലെങ്കിൽ പണത്തിന്റെ സ്വാധീനമോ അതൊന്നും തന്നെ പരിഗണനാ വിഷയമല്ല. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവും ഇല്ല എന്നുകൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ആര്യ.